ആരംഭിക്കും. ശരി, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പറഞ്ഞു, ശ്രീനാഥൻ ആണ്. ഞാൻ ബാംഗ്ലൂർ യശാസ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് നമ്മൾ ഒരിക്കൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പലരും ഉണ്ടാവുമായിരിക്കും ഈ ഗ്രൂപ്പിൽ. എങ്കിലും ഒന്നുകൂടെ പറയുന്നു. ബാംഗ്ലൂർ യശാസ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc യോഗ ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഗ്രിയാണ് ഞാൻ PG ആണ് ഞാൻ പാസ്സായത്. അതിൽ തെറാപ്യൂട്ടി യോഗ വരുന്നുണ്ട്, പ്ലസ് സ്പിരിച്വാലിറ്റിയും കൂടെ അതിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്പിരിച്വൽ യോഗ എന്നൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പക്ഷേ അത് നമുക്ക് ശരിക്കും തെറാപ്പി ചെയ്യുമ്പോൾ, തെറാപ്യൂട്ടിക്കൽ യോഗ ചെയ്യുമ്പോൾ അത് കൂടുതൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. ഞാനിവിടെ തിരുവനന്തപുരത്ത് വർക്കല ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ യോഗ തെറാപ്പിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് 3-4 സ്ഥലത്ത് വരെ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് കൂടുതലായിട്ട് നമുക്ക് പേഷ്യൻസുമായിട്ട് കൂടുതലായിട്ട് സംവദിക്കാനും യോഗ കൂടുതൽ പ്രയോജനപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് അതിൻ്റെ അറിവ് നമുക്ക് ശരിക്കും കൂടുതൽ കിട്ടുന്നതെന്ന് അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ ഇന്ന് ശരിക്കും പറയാൻ വളരെ ചെറിയൊരു ക്ലാസ്സാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇങ്ങനെ യാത്രയായിട്ട് സംബന്ധിച്ചിട്ട് ഉള്ള ഒരു കുറച്ച് ടിപ്പുകൾ എന്നുള്ളൊരു നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റിൻ്റെ ഒരു സെഷൻ. പിന്നെ യോഗ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് സന്തോഷമാണ്. കാരണം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഡെമോ ഒന്നും ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ചിലപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിടികിട്ടുമല്ലോ. ഇത് കൂടുതലായിട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളും തന്നെ ആയിരിക്കാം. എങ്കിലും 1-2 കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഒന്ന് ഈ യാത്ര സംബന്ധമായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, യോഗയിൽ എന്തെല്ലാം പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു യാത്ര നേരുന്നു. അതിനു മുമ്പ് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച് ഇത്രയും വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന് പരമേശ്വരനും മറ്റംഗങ്ങൾക്കൊക്കെ എൻ്റെ പിന്നിലുള്ളവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതി വച്ച് ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം ഈ ചാർധാം ഈ പറഞ്ഞ പോലെ വളരെ അപ്രതീക്ഷിതമായിട്ട് സൗജന്യമായിട്ടൊരു യാത്ര പോകാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ചാർധാമിൽ എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായ ഒരു അനുഭവം. അപ്പോൾ ആ ബദ്രിനാഥൻ്റെ ആ ഒരു എന്താണ് വിളി ഉണ്ടാകുമ്പോൾ സാധിക്കുന്ന ഒരു കാര്യം അതിലേക്കായിട്ടാണ്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ കുറച്ച് ദിവസമാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിരുന്നുള്ളൂ. ആ സമയത്ത് ചെയ്തിരുന്ന കുറച്ച് പ്രാക്ടീസുകളൊക്കെ പിന്നെ യാത്രയിലുണ്ടായ അനുഭവങ്ങളും ഒക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടി ആണ് ചില പ്രാക്ടീസുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ഒന്ന്, നമുക്ക് ഈ രാവിലെ ചെയ്യാൻ പറ്റുന്നത് ചെറിയ ജോഗിങ് പോലെയുള്ള കാര്യങ്ങൾ. അതായത് ശരീരം, കൈയും കാലും ഒക്കെ വളരെ തളർത്തിയിട്ട് വളരെ ലൂസാക്കി ഇട്ടിട്ട് നമ്മൾ സാധാരണ ഓടുന്ന പോലെ ചെറിയ രീതിയിൽ ഓടിക്കൊണ്ടേയിരിക്കുക. അത് ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് ഉഷാറാക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10-12 മിനിറ്റൊക്കെ അത് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് വേണമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് അതിലൊന്ന് എഴുതി വെക്കാം, ഒരു ഡെയിലി റൊട്ടീൻ എന്നുള്ള നിലയ്ക്ക്.
പിന്നെ സ്ക്വാട്ടിങ് പോലെ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് നേരെ താഴേക്ക് ഇരിക്കുന്ന യോഗ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് പിടികിട്ടും. ആ പിടികിട്ടിയവരൊന്ന് ഷെയർ ചെയ്യുകയോ ഗ്രൂപ്പിൽ ഡെയിലി യോഗ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. സ്ക്വാട്ടിങ് നമ്മൾ സാധാരണ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്ക്വാട്ടിങ് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ. അപ്പോൾ അതും നമ്മുടെ കാഫ് മസിലിന് ബലം നൽകാനും കാലിന് ബലം നൽകാനും ഒക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ ഡെയിലി ഈ എന്താണ് നമ്മുടെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിൽ കാല് പൂർണ്ണമായിട്ട് വച്ചുകൊണ്ട് കയറി ഇറങ്ങുന്നതും, അതുപോലെ പകുതി കാല് വെച്ചുകൊണ്ട് കയറി ഇറങ്ങുന്നതും ഒക്കെ നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് ഗുണകരമാകും. പിന്നെ ഉള്ളത് നമുക്ക് യാത്രയിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, ഈ പച്ചക്കർപ്പൂരമൊക്കെ നമുക്ക് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ അന്ന് യാത്ര പോയപ്പോൾ ഇതൊരു ക്ലാസ് എന്നുള്ള നിലയ്ക്കല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ കുറച്ചു നേരം സംസാരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അന്ന് യാത്രയ്ക്ക് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ചിലർക്കുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് അങ്ങ് ഒരു ബ്രീത്തിങ് തടസ്സം ഉണ്ടായി. പക്ഷെ അപ്പം ഈ പച്ചക്കർപ്പൂരം ഭയങ്കരമായിട്ട് സഹായിക്കും. കാരണം അതങ്ങ് സ്മെല്ല് ചെയ്യുമ്പോഴേ അവർക്ക് ആ ഓക്സിജൻ സപ്ലൈ നന്നായിട്ട് കിട്ടും. അങ്ങനെയുള്ള ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് പേരെങ്കിലും കൈ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ യാത്രയൊന്നും ഇല്ലെങ്കിലും എനിക്ക് അന്നത്തെ ക്ലാസ്സിലും ഫസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ ബ്രീത്തിങ് നമ്മുടെ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. യോഗ ചെയ്യുന്നതിന് മുമ്പ് സാധാരണ നമ്മളവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും അത് ചെയ്യിക്കാറുണ്ട് എല്ലാവരെ കൊണ്ടും. വളരെ സിമ്പിളാണ്. ചില സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അബ്ഡമൻ വയറ് വികസിക്കുകയും ശ്വാസം വിടുമ്പോൾ വയറ് ചുരുങ്ങുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് നേരെ തിരിഞ്ഞു പോകും. ശ്വാസം എടുക്കുമ്പോൾ വയറ് അകത്തേക്ക് പോകും, അബ്ഡമൻ ഉള്ളിലേക്കാവും. ശ്വാസം വിടുമ്പോൾ അബ്ഡമൻ മുന്നിലേക്ക് ബൾജ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വലത് കൈ ഇങ്ങനെ അബ്ഡമനിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അബ്ഡമൻ വികസിച്ച് വരും, ശ്വാസം വിടുമ്പോൾ ഉള്ളിലേക്ക് പോകും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബ്രീത്തിങ് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് സാധാരണ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് താഴമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് കട്ടിലിൽ മലർന്ന് കിടന്നുകൊണ്ട് വലത് കൈ നമ്മുടെ അബ്ഡമനിൽ വെച്ചുകൊണ്ട് ശ്വാസം എടുക്കുമ്പോൾ അബ്ഡമൻ വയറ് വികസിപ്പിച്ച് കൊണ്ടുവരികയും ശ്വാസം വിടുമ്പോൾ ചുരുക്കി കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു 10-20 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഒരു 8 മണിക്കൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഒരു 10 മണിക്ക് നമ്മൾ കിടക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാം, ഒരു 2 മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട്. ഇനി ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് അബ്ഡമൻ വലുതാക്കി കൊണ്ടുവരേണ്ട, നമ്മുടെ നോർമൽ ബ്രീത്തിങ് തന്നെ, സാധാരണ ബ്രീത്തിങ് തന്നെ ചെയ്യുമ്പോൾ സാവകാശം ഈ അബ്ഡമൻ വികസിപ്പിച്ച് കൊണ്ടുവരികയും വളരെ സാവകാശം അത് ചുരുക്കി കൊണ്ടുവരികയും ചെയ്യാം. അത് ഇനി ഇതൊന്നുമില്ലെങ്കിലും യാത്രയില്ലെങ്കിലും ഒക്കെ നമ്മുടെ ഒരു ബ്രീത്തിങ് കപ്പാസിറ്റി കൂടാനും ശരിയായ ബ്രീത്തിങ് ഉണ്ടാവാനും ഒക്കെ ഇനി അത് ചെയ്ത് നമുക്ക് കിടന്നുറങ്ങാനും പറ്റും. ആ ഒരു ബ്രീത്തിങ്ങിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അത് ചെയ്തുകൊണ്ട് ഉറങ്ങാനായിട്ടും സാധിക്കും. പിന്നെ ഉള്ളത് കുറച്ച് മുദ്രകൾ നമുക്ക് പ്രയോജനപ്പെടും ഈ ഒരു യാത്രാ സമയത്തൊക്കെ. അതായത് യാത്രാ സമയത്ത് മസിൽ കയറുക അല്ലെങ്കിൽ ശരീരവേദന അനുഭവപ്പെടും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഈ ഇന്ദ്രമുദ്ര എന്ന് പറഞ്ഞിട്ടൊരു മുദ്ര, അതിൽ ഇന്ദ്രമുദ്ര നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ തള്ളവിരലും ചെറിയ വിരലും കൂടെ ചേർത്ത് കൂട്ടിമുട്ടിച്ചുകൊണ്ടാണ്. ഈ ഒരു രീതിയിൽ മറ്റു വിരലുകളും നേരെ ഇരിക്കും, ഈ തള്ളവിരലും ചെറുവിരലും ചേർത്ത് വയ്ക്കും. അപ്പം അത് ഈ മസിൽ കയറുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ ഇതിലൊരു ചെറിയൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ഉള്ളത്, നമുക്കിപ്പോൾ ജലദോഷം അല്ലെങ്കിൽ കഫക്കെട്ട് പോലെയുള്ള അല്ലെങ്കിൽ മൂക്കൊലിപ്പ് തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മുദ്ര നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇത്
നമ്മുടെ കയ്യിൽ ഓരോ വിരലുകളും ഓരോ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അത് യോഗയിൽ മാത്രമല്ല പൂജയിലും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ആ മുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പൂജയെക്കാളും ചെറിയ വ്യത്യാസം യോഗയിൽ വരുമ്പോൾ കാണിക്കുന്നുണ്ട്. ചില വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ യോഗയിൽ ഉള്ള മുദ്രകളാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് കുറിച്ച് വെക്കാൻ വേണമെങ്കിൽ ഈ ഒരു മുദ്ര ഇന്ദ്രമുദ്ര. പിന്നെ ഉള്ളത് ഈ നീർക്കെട്ടും കുറയാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ തള്ളവിരലും ചെറിയ വിരലും, തള്ളവിരലിന്റെ മേളില് ചെറിയ വിരൽ ആദ്യത്തെ ഇങ്ങനെയായിരുന്നുവെങ്കിൽ അടുത്തത് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് പറഞ്ഞ പോലെ നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ട്, ജലം കൂടുതൽ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഒരു മുദ്ര ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഉള്ളത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ശരീരവേദനയ്ക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരീരവേദനയ്ക്ക് അത് വേദന പലതരത്തിൽ വരാമല്ലോ. ഇപ്പോൾ നീര് വന്നിട്ടും ശരീരവേദന വരാം. അതുപോലെ ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും വന്നിട്ട് ശരീരവേദന വരാം. അതല്ലാതെ വായുവിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ശരീരവേദനയൊക്കെ വരാം. അപ്പൊ അതിനൊക്കെ ആയിട്ടാണെങ്കിൽ ഈ ഒരു ചൂണ്ടുവിരല്, നമ്മുടെ ചൂണ്ടുവിരലും തള്ള കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചൂണ്ടുവിരല് തള്ളവിരലിന് താഴെയായിട്ട് മുട്ടിച്ചിട്ട് ഈ ഒരു മുദ്ര കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെയാണുള്ളത്. വോമിറ്റിങ്ങിന്റെ ആ ഒരു ടെൻഡൻസി കുറയ്ക്കാനായിട്ട്, വോമിറ്റിംഗ് പൂർണ്ണമായിട്ട് ഒരു 80% അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. കാരണം ചെറിയൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ബാക്കി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മനസ്സുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടും മനസ്സ് സ്വന്തമായിട്ട് വോമിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടും അതിൻ്റെ കൂടെ ഈ ഒരു മുദ്രയും, അതായത് ഈ നടുവിരൽ മടക്കിയിട്ട് തള്ളവിരൽ അതിൻ്റെ മുകളിൽ വെക്കുന്ന ഈ ഒരു മുദ്ര, ശൂന്യ മുദ്ര എന്നൊക്കെ പറയും. ഇത് ചെയ്യുന്നതും ഈ വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ഒരു 2-3 മുദ്രകൾ നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ യാത്രകളിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുദ്രകളെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നോർമലി കുറച്ച് മുദ്രകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മുദ്രകൾ ധാരാളമായിട്ടുണ്ട്. ഹസ്തമുദ്ര പോലെ തന്നെ മനോമുദ്രകളും കായമുദ്രകളും ഒക്കെ ഉണ്ട്. അപ്പം അതിൽ ഹസ്തമുദ്രകളാണ് നമ്മൾ 1-2 എണ്ണം ഇവിടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് 1-2 ബ്രീത്തിങ് എക്സർസൈസുകൾ ചെയ്യാം. അത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കത് പരിശീലിച്ച് നോക്കാവുന്നതുമാണ്. എന്നെ കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുന്ന് നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിന്നുകൊണ്ടാണ് സാധാരണ ചെയ്യുന്നത്. ഇരുന്നുകൊണ്ടും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിൽ കൈ എടുത്തിട്ട്, കൈ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ. എൻ്റെ കൈ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോവും. മുകളിലേക്ക് ചെരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. കാണാമോ? ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞിട്ടല്ല, ഇങ്ങനെ തിരിഞ്ഞിട്ട്. കൈ ഇവിടുന്ന് നേരെ ഉയർത്തുന്നേ ഉള്ളൂ. കൈ ഇതേപോലെ സൈഡിലൂടെ ഇങ്ങനെ ഉയർത്തും. ഓക്കെ, കാണാമല്ലോ. അപ്പോൾ 2 കൈയും ഇതേപോലെ വയ്ക്കും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 2 കൈയും ഇതേപോലെ ചെവിയുടെ തൊട്ടടുത്ത് വരെ ഉയർത്തിക്കൊണ്ടുവരും. ശ്വാസം വിടുമ്പോൾ കൈ നേരെ താഴേക്ക് താഴ്ത്തിക്കൊണ്ടുവരും. താഴെ മുട്ടിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിൽ മുട്ടുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇതേപോലെ തന്നെ കൈ ഉയർത്തുമ്പോൾ മുകളിൽ കൈത്തലം
ടച്ച് ചെയ്യുന്നതിന് മുമ്പ്, ചെവിയിൽ മുട്ടുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ ശക്തമായിട്ട് ശ്വാസം എടുക്കും, ശക്തമായിട്ട് ശ്വാസം വിടും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശീലിച്ച് നോക്കാം. എല്ലാവരും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനത് ഓൺലൈൻ ഒട്ടും പ്രിഫർ ചെയ്യാറില്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതല്ലേ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ, കൈ ഈ രീതിയിൽ വെക്കും. ശ്വാസം എടുക്കുമ്പോൾ നേരെ കൈ ഉയർത്തും, ശ്വാസം വിടുമ്പോൾ കൈ നേരെ താഴ്ത്തും. ഓക്കെ, നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്ത് നോക്കിയാലോ? ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഓക്കെ, ശരി. ഓക്കെ, ഇപ്പം എനിക്ക് കാണാം. ശ്വാസം എടുക്കുമ്പോൾ കൈ ഉയർത്തും, ശ്വാസം വിടുമ്പോൾ കൈ താഴ്ത്തും. ഓക്കെ, നന്നായിട്ട് ശ്വാസം എടുക്കും, പൂർണ്ണമായിട്ട് വിടും. ഇനി ആ ശ്വാസത്തിന്റെ നീളം നമുക്ക് മാക്സിമം കൂട്ടിക്കൊണ്ടുവരാം. ശരി, അങ്ങനെ ഒരെണ്ണം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കൈ മുമ്പിൽ വെച്ചിട്ട്, കൈ മുമ്പിൽ മുട്ടിന്റെ മുകളിൽ വെച്ചിട്ട് ഇതേ പ്രാക്ടീസ് തന്നെ. കൈ മുട്ടിന് മുമ്പിൽ വെച്ചിട്ട് ഇതും പരിശീലിക്കാം. ഇത് ശ്വാസം ഇതേപോലെ തന്നെ, ആദ്യത്തെ പോലെ തന്നെ അതിന്റെ ദൈർഘ്യം നീട്ടിക്കൊണ്ടുവരാം. ഈ രീതിയിൽ. ഓക്കെ, പിന്നെ അതുപോലെ ഒരു വേറെ ഒരു ബ്രീത്തിങ് തന്നെയാണ് ഇത്. ഒരേപോലെ ഇരിക്കുന്ന ബ്രീത്തിങ് ആണ്, പക്ഷെ നമ്മൾ ഇവിടുന്ന് കൈ സൈഡിലേക്കാണ് ഉയർത്തുന്നത്. എൻ്റെ ഒരു കൈ കാണാൻ പാകത്തിന് ഞാൻ വെക്കാം. ഇങ്ങനെ സൈഡിലേക്ക് ഉയർത്തും, സൈഡിലേക്ക് കുറച്ച് മുകളിലേക്ക്. ഇതെന്താ, കുറച്ച് ബാക്കിലേക്കായിട്ട് ബെൻഡ് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കും, കണ്ണ് തുറന്നുകൊണ്ട്. തിരിച്ച് കൈ ഇങ്ങനെ കൊണ്ടുവരും, വീണ്ടും കൈ ഇതേപോലെ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. അതെ, നമ്മൾ സന്തോഷം വരുമ്പോൾ ഒക്കെ കാണിക്കുന്ന പോലെ, ആസ്വദിക്കുന്ന പോലെ, ആ ഒരു രീതിയിൽ. ഈ സമയത്ത് നമ്മൾ ബ്രീത്ത് എടുക്കും. ഇതെല്ലാം ഒരു 6 മുതൽ 8 പ്രാവശ്യം വരെ ദിവസവും ദിവസവും ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും കുറച്ച് മതി എന്ന് പറഞ്ഞത്. എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് അത്രയും കുറച്ച് കുറച്ച് മതി. ഒരു 6 പ്രാവശ്യം അല്ലെങ്കിൽ 8 പ്രാവശ്യം ഒക്കെ ചെയ്താൽ മതി, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത്. ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് ഇങ്ങനെ സൈഡിലൂടെ ശ്വാസം എടുക്കുമ്പോൾ കൈ ഉയർത്തും, സൈഡിലൂടെ തന്നെ താഴ്ത്തി കൊണ്ടുപോകും. പിന്നെ നേരെ മുമ്പിൽ ശ്വാസം എടുക്കുമ്പോൾ കൈ ഉയർത്തും, സാവകാശം കൈ താഴ്ത്തി കൊണ്ടുപോകും. പിന്നെ ഉള്ളത് ഒരെണ്ണം നേരെ മുമ്പിൽ, കൈ മുമ്പിലൂടെ രണ്ട് വശത്തേക്ക് അകത്തുന്ന രീതിയിൽ, എന്നാൽ കുറച്ച് മുകളിലേക്കായിട്ട് തല പുറകിലേക്ക് ചരിച്ച് മാക്സിമം ഷോൾഡർ, ഈ ക്ലാവിക്കുലർ ഏരിയ മാക്സിമം ഓപ്പൺ ആക്കിക്കൊണ്ട് നമ്മൾ ബ്രീത്ത് എടുക്കും. ഈ ഒരു 3 ബ്രീത്തിങ് പ്ലസ് ഒരെണ്ണം കൂടി ഞാൻ ചെയ്യാം. കൈ ഇതേപോലെ വയ്ക്കുമ്പോൾ ഷോൾഡർ മാത്രം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ അവിടെ ഷോൾഡറിന്റെ അവിടെ ചെറിയ ചെറിയ പെയിൻ ഒക്കെ ഉണ്ടാവാം. അത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് റിലീസ് ആയിക്കോളും. ഈ 3 എണ്ണം ചെയ്യുമ്പോഴും കഴുത്തിന് ചെറിയൊരു ഇത് വരുന്നുണ്ട്. അതിനായിട്ട് കഴുത്തിന്റെ പ്രാക്ടീസ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ പ്രാക്ടീസ് ഒന്നുകൂടെ ചെയ്യാം. ഈ ഷോൾഡർ ഇങ്ങനെ ഉയർത്തും, ശ്വാസം എടുക്കുമ്പോൾ, ശ്വാസം വിടുമ്പോൾ ഷോൾഡർ താത്തിയിടും. ഓക്കെ, ഓക്കെ.
മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഈ ഒരു 4 പ്രാക്ടീസും നമുക്കൊരു 6-8 പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്താൽ മതി. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പല്ല് തേപ്പ് കുളിയൊക്കെ കഴിഞ്ഞിട്ടായാലും ചെയ്താൽ മതി. ഭക്ഷണത്തിന് മുമ്പായിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ ബ്രീത്തിങ് എല്ലാം ചെയ്യും. ഇതിന് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. പല പല സെക്ഷണൽ ബ്രീത്തിങ് എന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ബ്രീത്തിങ്ങുകളുണ്ട്. പക്ഷെ ഈ ബ്രീത്തിങ്ങുകൾ എനിക്ക് പൊതുവെ ചെയ്യുമ്പോൾ ഇപ്പൊ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കിപ്പോൾ തന്നെ ഒന്ന് കണ്ണടച്ചുള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ആ ഉള്ളിൽ ആ ഒരു ചെറിയ തണുപ്പ് ഇറങ്ങി ചെല്ലുന്നതും, അതുപോലെ ബ്രീത്തിങ് കുറച്ചും കൂടി ഒന്ന് ഈസി ആവുന്നതും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാവും. എന്നാ പെട്ടെന്നൊന്ന് എനർജൈസ് ആയതും നമുക്ക് മനസ്സിലാവും. ഒരു എനർജി പെട്ടെന്നൊന്ന് ഉഷാറായ ആ ഒരു ഫീല് നമുക്ക് പെട്ടെന്നുണ്ടാവും ഈ ബ്രീത്തിങ്ങൾ. എന്നാൽ ഇത് ഒരുപാട് നമ്പർ ചെയ്യുന്നത് അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിന് കുറച്ച് ചെറിയ നമ്പറിൽ ഡെയിലി ചെയ്യുമ്പോൾ വളരെ ചെറിയ നമ്പറിൽ ചെയ്താൽ മതി, എണ്ണം മാത്രം ചെയ്താൽ മതി. പിന്നെ ഉള്ളത് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് കുറിച്ച് വയ്ക്കാം. നമുക്കറിയാവുന്ന ഭാഷയിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞത് ഈ 4 ബ്രീത്തിങ് ആണ്. പിന്നെ ഉള്ളത് ഒരെണ്ണം മുദ്രകൾ എടുത്തുകൊണ്ടാണ്. വേറെ ആദ്യം പറഞ്ഞ പോലെ അല്ലാത്ത 1-2 മുദ്രകൾ. നമ്മൾ ഇങ്ങനെ ഒരു മുദ്ര സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്, ചിന്മുദ്ര എന്ന് പറഞ്ഞിട്ട്. ചൂണ്ടുവിരലും തള്ളവിരലും കൂടെ ടച്ച് ചെയ്തിട്ട് ഈ ഒരു മുദ്ര നമ്മൾ വളരെ സാധാരണമായിട്ട് എടുക്കുന്ന ഒരു ഹസ്തമുദ്രയാണ് ഈ ചിന്മുദ്ര എന്ന് പറയുന്നത്. ഇത് 2 മുട്ടിലും വച്ചിട്ട് ഈ ഒരു മുദ്രയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അബ്ഡമനിലേക്ക് ശ്വാസം ഇറങ്ങി ചെല്ലാനായിട്ട് ഈ ഒരു മുദ്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ അനുഭവം. അതായത് ഈ തൊറാസിക് ബ്രീത്തിങ്, നമ്മുടെ ഈ ഒരു നെഞ്ചിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ താഴത്തേക്കുള്ള ബ്രീത്തിങ് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു മുദ്ര നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ശ്വാസം എടുക്കുമ്പോൾ അബ്ഡമന്റെ ഭാഗം വികസിപ്പിച്ചു കൊണ്ടുവരും. ശരിക്കും അബ്ഡമൻ അല്ല, അപ്പർ അബ്ഡമൻ ആണ്. വയറിന്റെ മുകൾ ഭാഗം, നമ്മുടെ ഈ റിബ്സ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും എന്നുള്ളതാണ്. അത് കുറച്ച് ആഴത്തിൽ ശ്വാസം എടുക്കാം, കുറച്ച് ദൈർഘ്യം കൂട്ടി. ഈ ശ്വാസത്തിന് യോഗയിൽ തൈലധാരാവത് എന്നൊക്കെയാണ് പറയുക. ഒരു കുപ്പിയിൽ നിന്ന് വേറൊരു കുപ്പിയിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ, ഓയിൽ ഒഴിക്കുമ്പോൾ എങ്ങനെ വീഴുന്നോ അതേ ആ ഒരു ഫ്ലോയിൽ, അതായത് നമ്മുടെ ലങ്സ് ഫില്ല് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഫില്ല് ചെയ്യാനായിട്ടാണ് പറയുന്നത്. വളരെ സ്ലോ ആയിട്ട് ഫില്ല് ചെയ്യുകയും സ്ലോ ആയിട്ട് ചുരുങ്ങുകയും. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു ചിന്മുദ്ര അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാം. ശ്വാസം എടുക്കുമ്പോൾ അബ്ഡമൻ ഫില്ല് ചെയ്ത് കൊണ്ടുവരിക, ശ്വാസം വിടുമ്പോൾ അബ്ഡമൻ മാക്സിമം ചുരുക്കി കൊണ്ടുവരും. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ കോവിഡ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ബ്രീത്തിങ് ചെയ്യാം. ഈ ഒരു യാത്ര എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഈ ചിന്മുദ്ര അഡോപ്റ്റ് ചെയ്യുക, മുട്ടിൽ വയ്ക്കുക, ശ്വാസം എടുക്കുമ്പോൾ അബ്ഡോമന്റെ ഭാഗം വയറ് വികസിപ്പിച്ച് കൊണ്ടുവരികയും ശ്വാസം വിടുമ്പോൾ വയറ് ഷ്രിങ്ക് ചെയ്ത് ചുരുക്കി കൊണ്ടുവരികയും ചെയ്യും. ഒരു 3 ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിവർത്തി വെച്ചിരിക്കുന്ന വിരലുകൾ നേരെ ചുരുട്ടി വെക്കും. ഈ വിരലുകൾ അങ്ങനെ തന്നെ ഇരിക്കും. ചിന്മുദ്ര നമ്മളിങ്ങനെയാണ് പിടിച്ചത്, അതിൽ ഈ നിവർത്തി വെച്ച വിരലുകൾ മാത്രം മടക്കി വയ്ക്കും. ഓക്കെ, ഈ രീതിയിൽ. ഇതിന് ചിന്മയ മുദ്ര എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് മുട്ടിൽ വയ്ക്കും. ദെൻ ഈ ഒരു മുദ്ര നമുക്ക് ഈ തൊറാസിക് ബ്രീത്തിങ്ങിന് കുറച്ചും കൂടെ, അതായത് ലങ്സിന്റെ അങ്ങോട്ട് വയറിന്റെ മുകൾ ഭാഗത്തേക്ക് ശ്വാസം എടുക്കാനായിട്ട് കൂടുതൽ സഹായിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലങ്സിന്റെ 3 ലോബിലേക്കും ശ്വാസം എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം ഈ മുദ്രകൾക്ക്
ഒരു സഹായം ഈ മുദ്രകൾ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കുമ്പോൾ ഈ നമ്മുടെ ലങ്സ് വികസിപ്പിച്ചു കൊണ്ടുവരിക, ചെസ്റ്റ് വികസിപ്പിച്ചു കൊണ്ടുവരിക, ചുരുക്കി കൊണ്ടുവരിക. നമുക്ക് ചെയ്തു നോക്കാം. ശ്വാസം എടുക്കുമ്പോൾ ഇപ്പോൾ അബ്ഡമൻ, വയറ് ഉള്ളിലേക്കായിരിക്കും പോകുന്നത്, ചെസ്റ്റ് ആയിരിക്കും വികസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആദ്യത്തേൽ നമ്മൾ അബ്ഡമൻ ആണ് വികസിച്ച് വന്നത്. ശ്വാസം വിടുമ്പോൾ അബ്ഡമൻ ചുരുങ്ങി വരും. രണ്ടാമത്തെ മുദ്രയിൽ, ഈ ഒരു മുദ്രയിൽ ചെസ്റ്റിന്റെ ഭാഗം വികസിപ്പിച്ചു കൊണ്ടുവരും. അപ്പോൾ അബ്ഡമൻ ഉള്ളിലേക്ക് പോകും, ചെസ്റ്റ് ചെറുതാക്കി കൊണ്ടുവരും. ഓക്കെ, സ്വയം ഒന്ന് ചെയ്ത് നോക്കിയാൽ അറിയാം. ഒരു 3 പ്രാവശ്യം ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു തൊറാസിക് ബ്രീത്തിങ് നമുക്ക് കുറച്ചും കൂടി അനുഭവപ്പെടും. കാരണം സ്വാഭാവികമായിട്ട് ഈ ഒരു മുദ്രയും കൂടി സഹായിക്കും അതിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മളെടുത്ത മുദ്ര ഇതാണ്. ഇനി അടുത്ത മുദ്ര എന്ന് പറയുന്നത് തമ്പ്, നമ്മുടെ തള്ളവിരൽ ചെറുവിരലിന്റെ താഴെ മുട്ടിക്കും മറ്റു വിരലുകളെല്ലാം കൂടി ചുരുട്ടി വയ്ക്കും. അത് നമ്മൾ കയ്യിലൊരു കൈ മുഷ്ടി ചുരുട്ടി പിടിക്കും. ഓക്കെ, കൈ മുഷ്ടി ചുരുട്ടി മലത്തി വെക്കും. കൈ ഈ ഒരു രീതിയിൽ മലന്നിരിക്കുന്ന രീതിയിൽ മുട്ടിൽ വെക്കും. ഇതിന് ആദിമുദ്ര എന്നാണ് നമ്മൾ പറയുന്നത്. ഈ മുദ്ര നമുക്ക് ഈ അപ്പർ റെസ്പിറേറ്ററി അല്ലെങ്കിൽ ഈ ക്ലാവിക്കുലർ ഏരിയയിലേക്ക്, തോളിന്റെ ഭാഗത്തേക്ക് ശ്വാസം എടുക്കാനായിട്ട്, ലങ്സിന്റെ അപ്പർ ലോബിലേക്ക് ശ്വാസം എത്താനൊക്കെ ആയിട്ട് ഈ ഒരു മുദ്ര നമ്മളെ സഹായിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു മുദ്ര അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അത് മുട്ടിൽ ഇതേ രീതിയിൽ മലത്തി വെച്ചുകൊണ്ട് ശ്വാസം എടുക്കുമ്പോൾ ഷോൾഡർ ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്തേക്കാണ്. അപ്പൊ ഈ സമയത്ത് അബ്ഡമിനുള്ളിലേക്കാണ്. ലങ്സിന്റെ താഴ്ഭാഗവും വികസിക്കുന്നില്ല, മോൾ ഭാഗം മാത്രം വികസിക്കുന്നു. ചെയ്ത് നോക്കിയാൽ ഒന്നുകൂടെ മനസ്സിലാവും തോന്നുന്നു. ഷോൾഡർ ഉയർത്തിക്കൊണ്ടുവരും, ഷോൾഡർ താഴ്ത്തിക്കൊണ്ടുവരും. ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് പേര് വീഡിയോ ഒന്ന് ഓൺ ആക്കുവാണെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റുമായിരുന്നു. ഓക്കെ, ഓക്കെ. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. യോഗ ചെയ്യുന്നവരാണെങ്കിൽ ഇത് സാധാരണ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുൾ യോഗിക് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച 3 മുദ്രകൾ ചിന്മുദ്രയും ചിന്മയ മുദ്രയും ആദിമുദ്രയും. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ബ്രഹ്മമുദ്ര എന്ന് പറഞ്ഞിട്ടാണ്. ഇതേ മുദ്ര തന്നെ നമ്മൾ ഈ തുടയിടുക്കിൽ, വയറിന്റെ സൈഡിലായിട്ട് തുടയിടുക്കിൽ വെച്ചിട്ട് ശ്വാസം എടുക്കുമ്പോൾ അബ്ഡമൻ ആദ്യം വികസിപ്പിച്ചു കൊണ്ടുവരും. ദെൻ ഈ ഒരു ലങ്സിന്റെ ഭാഗം വികസിപ്പിച്ചു കൊണ്ടുവരും. പിന്നെ ഈ ഒരു ക്ലാവിക്കുലർ ഏരിയ ഉയർത്തിക്കൊണ്ടുവരും. അതായത് ഫുൾ ബ്രീത്തിങ്, കംപ്ലീറ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യും. അതിന് ഫുൾ യോഗിക് ബ്രീത്തിങ് എന്നാണ് നമ്മൾ യോഗയിൽ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, എങ്കിലും ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു ബ്രീത്തിങ്ങിൽ ആദ്യം അബ്ഡമനിലേക്കും ചെസ്റ്റിലേക്കും, ദെൻ ക്ലാവിക്കലിന്റെ ഭാഗത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യും. ദെൻ സ്ലോലി അതേ ഓർഡറിൽ തന്നെ
ശ്വാസം റിലീസ് ചെയ്യും. ഈ ഒരു രീതിയിൽ കൈ മുഷ്ടി കമത്തിയാണ് വെക്കുന്നത്. കമത്തി നമ്മുടെ ഈ ഒരു ഹിപ്പിന്റെ സൈഡിലായിട്ട്, ഹിപ്പ് ജോയിൻസിന്റെ സൈഡിലായിട്ട്, തുടയുടെ സൈഡിലായിട്ട് വെച്ചുകൊണ്ട് പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ശ്വാസം എടുക്കുകയും അവിടെ പ്രസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പെരിസ്റ്റാൾട്ടിക് ആ ഒരു മൂവ്മെന്റിനെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ട്രാക്കിനെ അത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് നിർത്തും, ഒരു സെന്ററിലേക്ക് ആക്കി നിർത്താനായിട്ട് ആ ഒരു പ്രസ് സഹായിക്കും. നമുക്ക് ഫീൽ ചെയ്യും അത്. ദെൻ ശ്വാസം എടുത്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുട്ട് മാക്സിമം നിവർന്ന് വരാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഫോഴ്സ് ചെയ്യണ്ട, എങ്കിലും സ്വാഭാവികമായിട്ട് നമ്മൾ മുട്ട് നിവർത്തി കൈകൾ ശരീരത്തിനോട് ചേരുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശ്വാസം വിടുമ്പോൾ അതേപോലെ തന്നെ സ്ലോലി ചുരുക്കി കൊണ്ടുവരാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു 3 പ്രാവശ്യം ചെയ്തു നോക്കാം. എല്ലാ പ്രാക്ടീസും പറഞ്ഞ പോലെ 3 പ്രാവശ്യം ഈ ബ്രീത്തിങ്, എല്ലാ ബ്രീത്തിങ്ങോട് ഒരുമിച്ച് ചെയ്യണമെന്നില്ല. ഇപ്പോൾ രാവിലെ കുറച്ച് ബ്രീത്തിങ് ആണ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം ബാക്കി ബ്രീത്തിങ് ചെയ്താൽ മതി. ഇപ്പം ഈ ഒരു 3-4 സെഷൻ ഒരുമിച്ച് ഒരു സമയത്ത് ചെയ്താൽ മതി. ഇപ്പം നമ്മളിപ്പോൾ ചെയ്ത ചിന്മുദ്ര, ചിന്മയ മുദ്ര, ആദിമുദ്ര, ബ്രഹ്മമുദ്ര എന്നുള്ള ആ ഒരു 3-4 എണ്ണം ഒരുമിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാം. മറ്റേ നമ്മൾ ഈ ചെയ്ത ബ്രീത്തിങ്ങുകളൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാം. ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളൊന്ന് ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിലീഫ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഉള്ളിലേക്ക് ചെറിയൊരു തണുപ്പും അല്ലെങ്കിൽ ആ എയറിന്റെ സർക്കുലേഷൻ കൂടിയതും, അതുപോലെ നമുക്ക് ചിലപ്പോൾ ആ പ്രാണന്റെ സർക്കുലേഷനൊക്കെ നമുക്ക് പിടികിട്ടും. ഇത് ഞാൻ അത്രയും ഡീപ്പായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈ ഒരു ശ്രദ്ധിക്കൽ സഹായിക്കും. നമ്മുടെ ബ്രീത്തിങ് കുറച്ചും കൂടെ ലോങ് ആക്കാനും ഡീപ്പാക്കാനും അല്ലേ. നമ്മുടെ ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ ബ്രീത്ത് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. ഓരോ സീനിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രീത്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടും ബ്രീത്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ മാറ്റത്തെ നമുക്ക് അറിയാനൊക്കെ ആയിട്ട് ഈ ഒരു ശ്രദ്ധ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സ്ട്രെസ് ഒക്കെ ഒന്ന് റിലീസ് ആവാനൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഈ കൂട്ടായ്മയിലുള്ളതായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈറ്റ് മോഡിൽ അങ്ങ് പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ശരിക്കും സ്ട്രെസ് റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ തരം പ്രാക്ടീസുകൾ വളരെ ഉപകരിക്കും. നമുക്ക് തന്നെ മനസ്സിലാവും ഒരു തുറവി അല്ലെങ്കിൽ ആ ഒരു ഇന്നർ പീസ് അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള ആ ഒരു തുറക്കൽ നമുക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യും. പോരാ ക്ലാസ്സിൽ. അപ്പോൾ ഈ തരം ബ്രീത്തിങ്ങുകളെല്ലാം നമുക്ക് എല്ലാ ദിവസവും കുറച്ച് നമ്പർ വെച്ച് ഒരുപാട് പ്രാവശ്യങ്ങൾ ചെയ്യേണ്ട. കാരണം പലതിനും ഈ പറഞ്ഞ പോലെ സൈഡ് എഫക്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ചെയ്യുകയും എല്ലാത്തിനും മുമ്പായിട്ട് ഈ പറഞ്ഞ ലൂസണിങ് എക്സർസൈസുകൾ ചെയ്യുകയും പിന്നെ നിങ്ങൾ എന്താണോ യോഗയിൽ പഠിച്ചിരിക്കുന്നത് അതെല്ലാം വളരെ സ്ലോ മോഡിൽ. ഇപ്പോൾ കഴുത്തിൻ്റെ പ്രാക്ടീസുകളാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ യോഗ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കഴുത്ത് മുന്നിലേക്കും പുറകിലേക്കും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും പഠിച്ചത്. അത് പല്ല് ചേർത്ത് പിടിച്ചുകൊണ്ടും കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ടും ആ പ്രാക്ടീസുകൾ ചെയ്യും. അത് സ്ലോ ആയിട്ട് ചെയ്യും. ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് ആദ്യം പെട്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് സന്തോഷം കിട്ടുന്നത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, പക്ഷെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാതെ കഴുത്തിന്റെ ഫ്രണ്ടിൽ ശ്രദ്ധിച്ചുകൊണ്ട് എവിടെയാണോ സ്ട്രെച്ച് അനുഭവപ്പെടുന്നത് അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് സ്ലോ ആയിട്ട് ചെയ്തു നോക്കും. ഈ ഒരു സ്പീഡിൽ. ഓക്കെ, അപ്പൊ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. നമുക്ക് അവിടെ എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. പക്ഷെ അത് സ്ഥിരമായിട്ടങ്ങ് മാറും. ഓക്കെ,
അതുപോലെ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ സത്യത്തിൽ യോഗ ചെയ്തിട്ട് പ്രശ്നമായിട്ടുള്ളവരാണ് കൂടുതൽ അഡ്മിറ്റ് ആവുന്നത്. അത് പലയിടത്തും യോഗ ചെയ്തിട്ട് പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് അഡ്മിറ്റ് ആവുക. കാരണം നമ്മുടെ ഒരു ടെൻഡൻസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ ആരോഗ്യം ഉണ്ടാവാനായിട്ട് കൂടുതൽ പണിയെടുത്താൽ കൂടുതൽ ആരോഗ്യം എന്നുള്ള ഒരു സങ്കല്പം നമുക്കുണ്ട്. അപ്പോൾ അത് പരീക്ഷയിലൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക്, അപ്പം കൂടുതൽ വർക്ക് ചെയ്യുക, കൂടുതൽ ഏൺ ചെയ്യുക, അതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഈ എക്സർസൈസിന്റെ, ഈ യോഗയുടെ എക്സർസൈസിന്റെ കാര്യത്തിൽ അത് നമുക്ക് അതിൽ മറ്റ് എക്സർസൈസിൽ നിന്ന് നമുക്ക് അതിനെ വ്യത്യാസപ്പെടുത്തുന്നത് അതാണ്. നമ്മൾ അതിനെ വളരെ സ്ട്രെച്ചാണ് കൊടുക്കുന്നത്, സ്ലോ ആയിട്ട് സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ബേൺ ചെയ്ത് കളയോ അല്ലെങ്കിൽ ഫാറ്റിനെ ബേൺ ചെയ്ത് കളയോ എന്നല്ല. അത് വളരെ കാലം നമ്മൾ അതങ്ങനെ പരിശീലിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തിന്റെ പ്രവർത്തനം ഒരു നല്ല രീതിയിലേക്കും ശരീരത്തിന്റെ ഷേപ്പ് ഒരു നല്ല രീതിയിലേക്കും സ്വാഭാവികമായിട്ടാണ് വരുന്നത്. അതിന് നമ്മളൊന്നും ഒരു പ്രഷറും കൊടുക്കുന്നില്ല, സ്ട്രെസ് ഫ്രീ ആണ്. നമ്മൾ യോഗ ചെയ്യുമ്പോൾ പലരും ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വന്ന് ചെയ്യുമ്പോഴും നമുക്ക് തന്നെ പേടിയാവും, അവർ പൊട്ടിപ്പോകുമെന്ന് തോന്നും. കാരണം അത്രയും പ്രഷറിലാണ് യോഗ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാം, അത്രയും പ്രഷർ വേണ്ട. നമുക്ക് ടെൻഷൻ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ യോഗയ്ക്ക് വന്നേക്കുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് അതിലും വലിയ ടെൻഷൻ എടുക്കണ്ട. വളരെ കൂളായിട്ട് നമ്മൾ എങ്ങനെ ഒരു ഡാൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആസ്വദിക്കുന്നു അതേപോലെയുള്ള രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന് പ്രയോജനപ്പെടുന്നത്. കാരണം നമുക്ക് അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നും. മറ്റേ നമ്മൾ പെട്ടെന്ന് എക്സർസൈസ് ചെയ്ത് ബേൺ ചെയ്ത് വേർപ്പിച്ച് ആ രീതിയിൽ നമുക്ക് യോഗയിൽ നിന്ന് സ്വാഭാവികമായിട്ടും കുറച്ച് ഇത്തരം രീതിയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഏജ് കഴിയുമ്പോൾ നമുക്കത് മാറ്റുവാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും അനുഭവവും ഒക്കെ. അപ്പം അതും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിലും അത് നമുക്ക് ഈ സ്ട്രെച്ചിങ് എന്നുള്ള രീതിയിൽ, കഴുത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ കൊടുത്താൽ, അത് പല്ല് ചേർത്ത് പിടിച്ചിട്ട് കണ്ണ് തുറന്നു പിടിച്ചിട്ടുള്ള ആ ഒരു ബ്രീത്ത് എടുക്കുമ്പോൾ, ശ്വാസം എടുക്കുമ്പോൾ തല പുറകിലേക്കും ശ്വാസം വിടുമ്പോൾ ബ്രീത്തിനാണ് കൂടുതൽ ഒരു എന്താണ് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ബ്രീത്തിനെ കൂടി കൂട്ടിക്കൊണ്ട് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് ആ മൂവ്മെന്റ്സുകളെല്ലാം ചെയ്യും. അപ്പൊ കഴുത്തിൻ്റെ ആണെങ്കിൽ മുമ്പിലേക്കും പുറകിലേക്കും, അതുപോലെ കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ഫ്രണ്ടിലേക്കും മുമ്പിലേക്കുള്ള ചെയ്യാം, സൈഡിലേക്കുള്ള പ്രാക്ടീസ് ഇങ്ങനെ ചെയ്യാം. അതുപോലെ സൈഡിലേക്ക് ഷോൾഡറിന്റെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പ്രാക്ടീസ്, ഇതൊക്കെ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഈ യാത്രക്കല്ലാണ്ടും തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്കും ഒക്കെ ഈ ഇത്തരം പ്രാക്ടീസുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് സ്ലോ മോഡിൽ 4-5 പ്രാവശ്യമൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്യാം. അപ്പം അതുപോലെ തന്നെയാണ് ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടോ. ഒന്നുകിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ കൈ പിടിക്കാതെ തന്നെ ഷോൾഡർ സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലും ഒക്കെ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. മുമ്പിലേക്കും പുറകിലേക്കും, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒക്കെ ആയിട്ട്. ഇതെല്ലാം നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ ഒരുപാട് ബാഗൊക്കെ നിങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ബാക്കിൽ കോർത്തിട്ട് തലയുടെ പുറകിൽ കൊണ്ടുവന്നിട്ട് കൈ മാത്രം 2 സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ പ്രാക്ടീസുകളൊക്കെ ഒന്ന് ബാക്ക് സ്ട്രെച്ച് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും. അതായത് മുമ്പിലേക്ക് കുനിഞ്ഞുകൊണ്ടല്ല, ബാക്കിലേക്കൊന്ന് ജസ്റ്റ് നിവർന്ന് നിന്നുകൊണ്ട് കൈ ഈ രീതിയിലാണ് പിടിക്കുന്നത്. കൈ ഇങ്ങനെ 2 മുട്ടിലും, കൈയുടെ മുട്ടിൽ പിടിച്ചുകൊണ്ട് പതുക്കെ കൈ തലയുടെ പുറകിലേക്ക് പറ്റുന്നത്ര കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത് 2 സൈഡിലേക്കുമായിട്ട്, നമ്മൾ സാധാരണ ഒക്കെ ഈ ഗെയിമൊക്കെ എന്തെങ്കിലും കുട്ടികളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ, ഫുട്ബോളൊക്കെ കളിച്ചു കഴിയുമ്പോൾ അവർ ചെയ്യുന്ന ഒരു എക്സർസൈസ് ആണ്. അപ്പൊ അത് തന്നെ ഈ ഒരു 2 സൈഡിലേക്ക് ഇങ്ങനെ കൈ മാത്രം മൂവ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ബാക്കിന് ഒരു സ്ട്രെച്ചിങ് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല. അതെ, ആ രീതിയിലാണ്. അത് നേരെ സെന്ററിലായിട്ട് നേരെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഷോൾഡർ ലെവലിലും അത് തന്നെ ചെയ്യാം. ഇങ്ങനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കൈ പോകുന്നതിന്റെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞു നോക്കുകയും തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യും. പിന്നെ പൊതുവേ നമ്മുടെ ഒരു ഈ ക്ലിനിക്കൽ യോഗ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ യോഗ ചെയ്യുമ്പോൾ പൊതുവെ നമുക്ക് ഇത്തരം ചെറിയ ചെറിയ പ്രാക്ടീസുകൾ, വലിയ ഇപ്പൊ സൂര്യനമസ്കാരങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ബ്രീത്തിങ് ഉൾപ്പെടെ ചെയ്യുമ്പോഴാണ്
ഭയങ്കര നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ഒരുപക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. നമ്മൾ ലോങ് ആയിട്ട് കുറേ കാലം വർക്ക് ചെയ്യുമ്പോൾ, ഒരു 1.5 വർഷം 2 വർഷമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം ചെറിയ പ്രാക്ടീസുകൾ ചെയ്ത് വരുമ്പോഴാണ് അതിന് കൂടുതൽ ബെനിഫിറ്റ് കണ്ട് വന്നിട്ടുള്ളത്. മറ്റേ വലിയ വലിയ പ്രാക്ടീസ്, ഇപ്പോൾ യോഗ ഡാൻസും ഞാൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അവരുടെ നമുക്കൊരു യോഗ ഡാൻസ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഡാൻസ് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും വണ്ടി സർവീസിന് കയറ്റുന്ന പോലെ വേറെ ഒരു മുറിയിൽ സർവീസിനായിട്ട് വന്ന് കയറും. കാരണം അത്രയും സ്ട്രെച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ചടുലമായിട്ടുള്ള കുറെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ സ്ലോ ആയിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡെയിലി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഇത്തരം ചെറിയ പ്രാക്ടീസുകൾ, വളരെ ചെറിയ പ്രാക്ടീസുകൾ, അതുപോലെ ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മൈൻഡ് ആ ഒരു ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മളെ മാറ്റം നമ്മൾ തന്നെ സ്വയം അറിഞ്ഞുകൊണ്ട്, കഴുത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ ചെറിയ എത്രേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നും. പക്ഷെ ഇങ്ങനെ കഴുത്ത് അനക്കിയിട്ട് അവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഒരു 2 സെക്കൻഡ് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെലവഴിച്ചിട്ട് ആ ഭാഗങ്ങളും ആ ജോയിന്റുകളും അവിടെ എന്താണ് സംഭവിക്കുന്നത്, അങ്ങോട്ട് പ്രാണൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പ്രാണന്റെ സർക്കുലേഷൻ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലൂടെ ഉറുമ്പ് നടക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ ആ പ്രാണൻ അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് നമുക്ക് പുസ്തകങ്ങളിൽ വായിച്ചുള്ള അറിവിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് സ്വയം എക്സ്പീരിയൻസ് ആവുമ്പോഴാണല്ലോ എല്ലാത്തിലും ഒരു നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ടും ഡെയിലി ചെയ്യാനായിട്ടും ഒരു അരമണിക്കൂർ ഒരുപാട് സമയം ചെയ്യാനായിട്ടും പറയുന്നില്ല, ഒരു 20 മിനിറ്റ് നമ്മൾ മാക്സിമം മാറ്റി വെച്ചാൽ മതി. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ ബ്രീത്തിങ്ങുകൾ ചെയ്യാം, ചെറിയ ചെറിയ എക്സർസൈസുകൾ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഒരു ഭയങ്കര ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല വന്നത്. അപ്പൊ 2 ക്ലബ് ചെയ്തിട്ട് ഞാൻ എടുത്തപ്പോഴാണ് ഇതാണ് ഈ യോഗയും ആരോഗ്യവും എന്നുള്ള നിലയ്ക്കൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈ യാത്രയ്ക്ക് പോകാനുള്ള 1-2 ടിപ്പ് മാത്രം ഓർത്ത് വെച്ചിട്ട് വന്നായിരുന്നു. എങ്കിലും അപ്പം ഈ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഈ അനുലോമ വിലോമ പ്രാണായാമം, ബ്രീത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. അപ്പൊ അതിന് കറക്റ്റായിട്ട് കൗണ്ടിങ് ഒന്നും വേണമെന്നില്ല. ഇപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് എടുത്തു അങ്ങനെ വേണമെന്നില്ല. നമുക്ക് വളരെ എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എത്ര സമയം കൊണ്ട് അത് ഞാൻ പറയുന്ന ബ്രീത്ത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയൊന്നും വേണ്ട. നമ്മൾ ശ്വാസം എടുക്കണ്ടെന്ന് വിചാരിച്ചാലും ശ്വാസം ഉള്ളിലേക്ക് കയറിപ്പോവും. നമ്മൾ വേണ്ട ശ്വാസം എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാലും ഉള്ളിലേക്ക് ശ്വാസം എടുക്കപ്പെടും. അപ്പൊ ആ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ശ്വാസം എടുക്കുന്നോ അങ്ങനെ ശ്വാസം എടുത്താൽ മതി. കാരണം നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാൻ തുടങ്ങും. ഇങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അപ്പർ ലങ്സിന്റെ ഭാഗത്തേക്ക് മാത്രമേ ശ്വാസം പോവുള്ളൂ. ഇങ്ങനെയായി പോവും. അപ്പോൾ അത് വേണ്ട. വലത് മൂക്ക് അടച്ചിട്ട് ഇടത് മൂക്കിലൂടെ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത് അങ്ങനെ എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്നത് മാക്സിമം ഫുള്ളായിട്ട് പുറത്തേക്ക് വിടും. വീണ്ടും പിന്നെ ശ്വാസം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ശ്വാസം എടുക്കാൻ പറ്റും. പിന്നെ അതിനെ റിട്ടേൺ ചെയ്യുക, ഹോൾഡ് ചെയ്യുക. നമുക്ക് കഴിവിനനുസരിച്ചിട്ട് ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ അടുത്ത മൂക്കിലൂടെ റിലീസ് ചെയ്യുക. നമുക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കയ്യിൽ ഒന്നുകിൽ വളരെ സാധാരണമായിട്ട് ഈ 2 വിരലെടുത്താൽ മതി. അല്ലെങ്കിൽ തള്ള വിരലിൻ്റെ തൊട്ട് അടുത്തുള്ള 2 വിരൽ മടക്കി പിടിക്കും. ബാക്കി 3 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മൂക്കിൽ കൈവയ്ക്കും. വലത്തെ കൈയിൻ്റെ തമ്പും തള്ള വിരലും മറ്റ് 2 വിരലുകളും മടക്കി പിടിക്കും. അത് കഴിഞ്ഞുള്ള 2 വിരലും ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ഇടത് കൈയിൽ നമ്മൾ ആദ്യം ശീലിച്ച ചിന്മുദ്ര ഉപയോഗിക്കും. ചിന്മുദ്ര എന്ന് പറയുന്നത് പലരും ഈ ഒരു രീതിയിൽ പിടിച്ചു കാണാറുണ്ട്. പക്ഷെ ഇതാണ് ചിന്മുദ്ര. ഓക്കെ, ഈ ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ടിപ്പ് തമ്മിൽ ടച്ച് ചെയ്യും.
നമുക്ക് അവയർനെസ് ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ല കയ്യിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് അപ്പം അവയർനെസ് ഉണ്ടാവും. നമ്മൾ അവെയർ ആയിരിക്കും എല്ലാ കാര്യത്തിലും. അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ ലെഫ്റ്റ് നെയിൽ വെക്കാം, ഇടത്തെ കാലിൽ പ്ലേസ് ചെയ്യാം, വലത് കയ്യിൽ ഈ ഒരു മുദ്ര. ഇത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് വിരൽ ഉപയോഗിച്ചാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ വലത് മൂക്ക് അടയ്ക്കും, ഇടത് മൂക്കിലൂടെ സ്വാഭാവികമായിട്ടുള്ള ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. എത്ര പറ്റുന്നോ അത്ര. ദെൻ മൂക്കൊന്ന് ക്ലോസ് ചെയ്യുക, രണ്ട് മൂക്കും അടച്ചു വെക്കുക. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വലത് മൂക്കിലൂടെ ആ ശ്വാസം, ഇടത് മൂക്ക് അടച്ചിട്ട് വലത് മൂക്കിലൂടെ ആ ശ്വാസം പുറത്തേക്ക് വിടുക. വലത് മൂക്കിലൂടെ തന്നെ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വലത് മൂക്ക്, രണ്ട് മൂക്കും അടച്ചു വെച്ച് ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു 2 സെക്കൻഡ്, 2-3 സെക്കൻഡ്. ദെൻ ഇടത് മൂക്ക് തുറന്നിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടും. നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്യുന്നതിൻ്റെ സമയം നോക്കുന്നില്ല. നമുക്ക് എങ്ങനെ സാധിക്കുന്നോ അതേ രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത്. ഒരു പരിധി വരെ നിങ്ങളെല്ലാവരും ജപിക്കുകയും അതുപോലെ അത്യാവശ്യം ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയോട് കൂടി തന്നെയാണ് പറയുന്നത്. കൗണ്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് ഇത് ഒന്ന് കൗണ്ടിലേക്കും ഇതിലേക്കും ഒക്കെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോകും. തുടക്കത്തിൽ ഈ ഹോൾഡിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താലും മതിയാവും. സ്വാഭാവികമായിട്ടും നമുക്ക് ആ ശ്വാസത്തെ അപ്പോൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. മൂക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, മൂക്കിലേക്ക് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിന് ചെറിയ തണുപ്പായിരിക്കും ഉണ്ടാവുക ശ്വാസത്തിന്. ദെൻ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അതിന് ചെറിയ ചൂടാവും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബ്രീത്തിലേക്ക് ശ്രദ്ധ നിർത്താനായിട്ട് ആ ഒരു ചേഞ്ചിനെ നമുക്ക് ശ്രദ്ധിക്കാം. മൂക്കിനുള്ളിലേക്ക് പോകുമ്പോൾ, ഇതിപ്പോൾ ക്ലാസ് എടുക്കുന്നവർക്കും ഒക്കെ ആ ഒരു രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു തണുപ്പ് നമ്മുടെ നോസ്ട്രൽ ട്രാക്കിൽ അല്ലെങ്കിൽ മൂക്കിനുള്ളിൽ, തൊണ്ടയിൽ, ട്രാക്കിയ, ബ്രോങ്കൈ ഒക്കെ കടന്ന് അൽവിയോള ബാഗിലേക്ക് അല്ലെങ്കിൽ ലങ്സിലേക്ക്, മുന്തിരി കൊലകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു ബ്രീത്തിൻ്റെ ചെറിയ ചെറിയ ആ ഒരു തട്ടൽ, സ്പർശം ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അത്രയും ഡീപ്പായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റില്ല. നമ്മൾ കൗണ്ട് ചെയ്യാതെ തന്നെ ആ ബ്രീത്തിനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു നമുക്ക് കഴിവിനനുസരിച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. ദെൻ അടുത്ത മൂക്ക് തുറന്നിട്ട് തിരിച്ച് ആ അപ്പുറത്തെ മൂക്കിലൂടെ സാവകാശം പുറത്തേക്ക് വിടുക. അപ്പോൾ ആ ചൂടും തണുപ്പും നമുക്ക് മാറ്റം അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനെ ശ്രദ്ധിക്കാൻ പറ്റും. ബ്രീത്ത് എവിടം വരെ ചെല്ലുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് ആ ലങ്സ് വാളിലൊക്കെ അതിൻ്റെ ചെറിയ തട്ടൽ അല്ലെങ്കിൽ അതിൻ്റെ സ്പർശം ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം അത്രയും സൂക്ഷ്മമായിട്ട് ചിലപ്പോൾ അതിനിടയ്ക്ക് മനസ്സ് ചിലപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ മനസ്സ് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയും, പഴയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടൊക്കെ വരും. അതൊക്കെ സംഭവിക്കും ആദ്യമൊക്കെ. അപ്പം അതിനൊന്നും നമ്മൾ തടയാനൊന്നും നിൽക്കണ്ട, അതൊക്കെ ഒരു വഴിക്ക് നടന്നോട്ടെ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ലെഫ്റ്റിലൂടെ എടുത്ത് ഹോൾഡ് ചെയ്ത് റൈറ്റിലൂടെ വിടുക, റൈറ്റിലൂടെ എടുത്ത് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റിലൂടെ വിടുക. ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കാം. ഈ ഒരു ആക്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ ലെഫ്റ്റിൽ ചിന്മുദ്ര അഡോപ്റ്റ് ചെയ്യും, റൈറ്റിൽ ഈ ഒരു മുദ്ര അഡോപ്റ്റ് ചെയ്യും. ഓക്കെ. ദെൻ മൂക്കിൽ വയ്ക്കാം, വലത് മൂക്ക് അടയ്ക്കാം. സ്വാഭാവികമായിട്ട് ഞാൻ കൗണ്ടൊന്നും തരുന്നില്ല, നിങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ ചെയ്യുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കും, ശ്വാസം എടുത്ത് തീർന്നാൽ ആ ശ്വാസത്തിൻ്റെ ആ റൂട്ട്, പോയ റൂട്ടൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക, 2 സെക്കൻഡ് അവിടെയൊക്കെ ഒന്ന് നിന്ന് ആ ഏരിയയൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അഗെയിൻ
ഇടത് മൂക്കടച്ചിട്ട് ആ ശ്വാസം വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടാം. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇടതും വലതു മൂക്കിലൂടെ തന്നെ ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. വീണ്ടും വലതു മൂക്കടച്ചിട്ട് ഇടത് മൂക്കിലൂടെ സാവകാശം സ്വാഭാവികമായിട്ട് ആ ശ്വാസം പുറത്തേക്ക് കളയുക. അപ്പൊ ഈ ഒരു അവയർനെസ്സോട് കൂടിയിട്ട് ആ പ്രാണായാമം ചെയ്യുന്നു. ഇതിനെ ഇനിയും കൂടുതൽ മനോഹരമാക്കാം. നിങ്ങൾക്ക് ആ ശ്വാസത്തെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വരനായിട്ട് കണക്കാക്കാം. അതിനോട് ആരാധന കൊണ്ടുവരാം. അതിനെ അതിനോടുള്ള ആ ഒരു ഇഷ്ടത്തോടു കൂടി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള് തന്നെയാണ്. അറിയാലോ, മൂക്കടച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് അടച്ചു പിടിച്ചാൽ തീർന്നു. അപ്പൊ അത്രയും വേണ്ടപ്പെട്ട ആളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്നിപ്പോ പെട്ടിക്കടയിൽ വരെ പ്രാണായാമം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വലിച്ചോ, ഇവിടെ അടച്ചോ, പിടിച്ചോ, വലിച്ചോ. കാരണം നമ്മൾ നമ്മുടെ ജീവനെ അല്ലെങ്കിൽ ആ ഒരു പ്രാണന്റെ സഞ്ചാര പദത്തെ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഒരു ഒരു ഇതിൽ പറയുന്നുണ്ട്. ശിവൻ പാർവതിയോട് പറയുന്നുണ്ട്, ശ്വാസം ഈശ്വരനാണ്, ശ്വാസമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഒരു 112 ശ്വാസത്തെക്കുറിച്ചുള്ള ഉപദേശം കൊടുക്കുന്നുണ്ട്. വിജ്ഞാന ഭൈരവ തന്ത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലെ ആദ്യത്തെ സൂത്രം ഇതാണ്, ശ്വാസം ആണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഈശ്വരനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി, ആ ഒരു ഇന്റൻഷനോട് കൂടി, ആ ഒരു പ്രാർത്ഥനയോട് കൂടി നിങ്ങൾ പ്രാണായാമം ചെയ്തു നോക്കുക. ഇന്ന് വരെ നമ്മൾ ചെയ്ത പ്രാണായാമം ആയിരിക്കില്ല അപ്പൊ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിൽ അത്ഭുതങ്ങൾ നമ്മൾ കാണും. നമ്മൾ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ അതിനെക്കുറിച്ച് അറിയും. നിങ്ങൾ ചെയ്തു നോക്കുക, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അത്രയും എത്ര മിനിറ്റ് വേണം? ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 9, 11, 12 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. അത്ര മാത്രം ചെയ്താൽ മതി. അത് ആദ്യ ടൈമിലൊക്കെ, പിന്നീട് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ആദ്യത്തെ പ്രാവശ്യങ്ങളൊക്കെ നമുക്ക് അത്രയും ഒരു സമയം ചെയ്താൽ മതി. ഒരു മാക്സിമം ഒരു 12 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. അത് തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്, സമയം അനുസരിച്ചിട്ട്, പാലെടുപ്പത്ത് വെച്ചിട്ടൊന്നും അല്ലാതെ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ചെയ്യാം. TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമല്ലാട്ട് ഇതിനായിട്ട് വേണ്ടി മാത്രം നമ്മുടെ പേഴ്സണൽ ടൈമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈശ്വരനുമായിട്ട് സംവദിക്കാനുള്ള ആ ഒരു കാര്യത്തിനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ചെയ്തു നോക്കുക. അതെല്ലാം നമുക്ക് ഈ യാത്രയിലും ഒക്കെ അത് സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എനിക്കൊന്ന് ഇത്രയൊക്കെ തന്നെ ഒരു ദിവസം മതിയായിരിക്കും. നമുക്ക് ഒരു 10-30 മിനിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ചെയ്യുന്നേക്കാളും കുറച്ച് ചെയ്തുകൊണ്ട്, പിന്നെ തീർച്ചയായിട്ടും ശാരീരിക എക്സർസൈസുകൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട്. അത് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ചെറിയതായിട്ട് ജോഗിങ് ചെയ്യണ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, അത് ചെയ്യാം. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനൊക്കെ പോലെ ഈ നമ്മുടെ വാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് നമ്മുടെ ഭിത്തിയുടെ മുമ്പിൽ കുറച്ച് അകന്ന് നിന്നുകൊണ്ട് കാല് രണ്ടും ഉറപ്പിച്ച് വെച്ചിട്ട് ഇതേപോലെ കൈ നേരെ പുറകിൽ കൊണ്ടുപോയി ഇങ്ങനെ പതിപ്പിക്കുന്നത്, ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഈ കൈ നേരെ കൊണ്ടുപോയി പുറകിൽ കൊണ്ടുപോയി പതിപ്പിക്കുക. പുറകിൽ കൊണ്ടുപോയി പതിപ്പിക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് ട്വിസ്റ്റ് ആവും ഈ രീതിയിൽ. ഇത് 2 രീതിയിൽ നിന്നുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലായിരിക്കും. അത് പറഞ്ഞ പോലെ ഡയബറ്റിക് ഉള്ളവർക്കും ഒക്കെ ചെയ്യാവുന്ന പ്രാക്ടീസുകളാണ്. സൈഡിലേക്ക് പുറകിലേക്ക് പോകുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ഈ കൈ നേരെ ബാക്കിൽ കൊണ്ടുപോയി ഭിത്തിയിൽ കൊണ്ടുപോയി പതിപ്പിക്കുക, തിരിച്ചു വരിക, വീണ്ടും ഇപ്പറേ സൈഡ് കൊണ്ടുവയ്ക്കുക, തിരിച്ചു വരിക. ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസ് യോഗ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ അവരോട്
ഡൗട്ടും ഒക്കെ ചോദിക്കാവുന്നത്, അവരല്ലെങ്കിൽ ഡെയിലി ഒരു ക്ലാസ് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടീസുകൾ നമുക്ക് എന്താണ് കൂടുതൽ അബ്ഡമൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനും ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആയിട്ട് അത് നല്ലതാണ്. അത് ഭയങ്കര ഇതായിട്ട് ചെയ്യല്ല, സ്ലോ ആയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ പ്രാക്ടീസും ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെടുക എന്നുള്ളതല്ല, നമ്മളതിനെ ആസ്വദിച്ചുകൊണ്ട് കുറച്ച് നേരം ചെയ്യുന്നു. അപ്പോൾ എല്ലാ പ്രാക്ടീസുകൾ ചെയ്യുമ്പോഴും നിങ്ങൾ ഏത് മസിൽസ് ഒക്കെയാണോ ഉപയോഗിച്ചത്, ഏതെല്ലാം ഭാഗങ്ങളാണോ ഉപയോഗിച്ചത്, ഏതെല്ലാം പേശികളാണോ ഉപയോഗിച്ചത്, അവരെല്ലാം ഒന്ന് ചെന്ന് പോയി കാണണം. അവരൊക്കെ ഒന്ന് പോയി കണ്ട് മനസ്സിലാക്കി അവരെങ്ങനെ സ്ട്രെച്ച് ചെയ്തു, എങ്ങനെ വലിഞ്ഞു, അവിടെ വേദനയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, എന്താണോ അത്, ആ ഒരു മാറ്റത്തെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കിയാലേ, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഡെയിലി ചെയ്യുന്നതായിരിക്കും. ഡെയിലി ചിലപ്പോൾ നമ്മൾ 10 കിലോമീറ്റർ നടക്കുന്നതായിരിക്കും, പക്ഷെ കാര്യം ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ മുഴുവൻ അയ്യോ വയ്യ, അയ്യോ വയ്യ എന്നായിരിക്കും. നമ്മളത് നമ്മുടെ ഒരു പേശികളെ പോലും നമ്മൾ പോയി കാണുന്നില്ല, കുറെ വേർത്തു എന്നുള്ളത് മാത്രമേ നമ്മൾ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷെ അതേസമയം നമ്മൾ മൈൻഡ് അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി ഫ്ലോ അങ്ങോട്ടുണ്ടാവും, അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതെല്ലാം യോഗയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. പലരും ഇത് അറിയാമെങ്കിലും കാരണം അവനവന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ പലരും ഷെയർ ചെയ്യല, എങ്കിലും ഞാനത് പറഞ്ഞു എന്നുള്ളൂ. അതിന്റെ ഒരു സത്യാവസ്ഥയായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ. പിന്നെയുള്ളത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ എക്സർസൈസിനെ കുറിച്ചല്ല, രാവിലെ ഉണരുമ്പോഴും ഒക്കെ നമ്മൾ പോകുന്ന ഏതൊരു സ്ഥലമായിക്കോട്ടെ, നമ്മളൊരു ഒരു യാത്ര പോകുന്നു, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യം എന്നുള്ള രീതിയിലും അല്ല ഞാൻ പറയുന്നത്, എന്നേക്കാളും അറിയാവുന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, എന്നാലും പറയുന്നു എന്നുള്ളൂ. ഇപ്പോൾ അവിടെ ഇപ്പോൾ എത്ര എത്ര മഹത്തുക്കളുടെ, എത്ര എത്ര പൂർവ്വസൂരികളുടെ, അല്ലെങ്കിൽ എത്ര ആത്മീയ ഗുരുക്കന്മാരുടെ കാല് പതിഞ്ഞ ഒരു മണ്ണായിരിക്കും. അപ്പൊ അത് ഏത് ചെറിയ സ്ഥലം ആയിക്കോട്ടെ, നമുക്ക് അവിടെ നമ്മുടെ പാദം വെക്കാനുള്ള, അവരുടെ ആ പാദം വെച്ച സ്ഥലത്ത് നമ്മുടെ പാദം വെക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. അത് നമ്മൾ ആസ്വദിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ പോയ യാത്രയൊക്കെ വെറുതെ ആയിപ്പോ. നമ്മുടെ കാല് ആ മണ്ണിൽ കുത്തുമ്പോൾ നമ്മുടെ കയ്യിൽ രോമയേറ്റ് നിൽക്കട്ടെ. അത്രയും അത്രയും പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ അത്രയും പൂർണ്ണമായിട്ടുള്ള അത്, ആ ഒരു ആ ഒരു അനുഭവം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമുക്ക് ആ സ്ഥലത്തിന്റെ പുണ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പോ ഭഗവത്ഗീതയിൽ തന്നെ പറയുമല്ലോ, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തതേ ജ്ഞാനം എന്ന് പറയും. അതായത് വെറുതെ ചെന്നിട്ട് ഭയങ്കര മഹത്തായിട്ടുള്ള ഒരു ഗുരുവാണ്, അപ്പൊ അയാളുടെ അടുത്ത് ചെന്നിട്ട് പറ്റിച്ച് നമുക്ക് ജ്ഞാനം നേടിക്കൊണ്ടുവരാൻ പറ്റില്ല. ആ പരിപ്രശ്നം നമുക്ക് ആദ്യം ഉണ്ടാവണം. എനിക്ക് ഈ ജ്ഞാനം കിട്ടാനുള്ള ഒരു ആദ്യം നമുക്കുണ്ടാവണം. അതുപോലെ അയാൾക്ക് വേണ്ട സേവ നമ്മൾ ചെയ്യണം. ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ അവിടുന്നുള്ള ആ ഒരു കൃപ, അല്ലെങ്കിൽ ആ ഒരു അറിവ്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. അത് ഏത് പുണ്യസ്ഥലത്ത് പോവുകയാണെങ്കിലും അവിടെ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ എത്ര ഋഷികൾ, എത്ര തപസ്സിരുന്ന ആൾക്കാരുടെ പാദം പതിഞ്ഞ സ്ഥലമായിരിക്കും. അപ്പൊ അവിടെ നമ്മുടെ പാദം കൂടി അവിടെ കൊണ്ട് വെക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അത് പറയുമ്പോൾ തന്നെ നമുക്ക് രോമയേറ്റും. അപ്പൊ ആ ഒരു അവിടെ കാല് വെക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം എന്തായിരിക്കും. അപ്പൊ അത് കിട്ടണമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെയൊക്കെ പോയി, നമുക്ക് ആകെ കണ്ടത് എവിടെയും ആൾക്കാർ വേസ്റ്റ് ഇടുന്നതും ആ പൈസ വലിച്ചെറിയുന്നതും. ഞാൻ പറഞ്ഞു, നീ അതുമായിട്ട് പോയി അത് കണ്ടു, അത് നമുക്ക് കാണാം. അവിടെ ആൾക്കാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് അടികൂടുന്നതും എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം. നമുക്ക് വേണ്ടത് നമുക്ക് എടുത്തുകൊണ്ട് വരാം. അതിനിടയ്ക്ക് ഇതാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതെങ്കിൽ നമ്മുടെ യാത്ര സഫലമാവും. അതല്ല നമ്മൾ അവിടെയുള്ള മറ്റ് ബിസിനസ്സും വ്യാപാരമാണ് കാണുന്നതെങ്കിൽ അതുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ആ ഒരു പുണ്യഭൂമിയിൽ നമ്മുടെ
ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഭൂമി തന്നെ അത്രയും വിശേഷപ്പെടാണ്. ഞാനിപ്പോൾ ഈ തിരുവനന്തപുരത്ത് വരുമ്പോൾ പറയും, തിരുവനന്തപുരത്ത് എവിടെ കാല് വെച്ചാലും ഏതെങ്കിലും ഒരു മഹാത്മാവിന്റെ കാല് പതിഞ്ഞ സ്ഥലമായിരിക്കും. കാരണം ഇവിടെ അയ്യാസ്വാമിയും തൈക്കാട്ട അയ്യാവും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനും അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളും ഒക്കെ നടന്ന ആ മണ്ണാണ്. അപ്പൊ അവിടെ ഒന്നുമില്ലെങ്കിൽ പത്മനാഭന്റെ മണ്ണാണ്. അവിടെ എത്ര 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 യോഗികൾ വന്ന് പോകുന്നുണ്ട്. മായി അമ്മയുടെ സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട്. അപ്പൊ അവരൊക്കെ നടന്ന മണ്ണിൽ നമുക്ക് കാല് വെക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവം എന്ന് പറയുന്നത് നമുക്ക് വേറെ ആൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അത്രയും ഉത്തമമായിട്ടുള്ള അത്രയും നല്ല അനുഭവം. അപ്പൊ ആ രീതിയിലും കൂടി നിങ്ങൾ ഒരു യാത്ര അത് പോകുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊരു ക്ലാസ് എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പറയാം ഒരു കുറച്ച് നേരം എന്ന് തന്നെ വെച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളൊരു 1 മണിക്കൂർ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. കുറച്ചെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നു ഞാൻ വിചാരിക്കട്ടെ. അപ്പൊ ഇതിന് അവസരം ഉണ്ടാക്കി തന്നതിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന്, ഇത്രയും നേരം സഹിച്ചിരുന്നതിനൊക്കെ നിങ്ങൾക്കും പ്രത്യേകിച്ച് പരമേശ്വരേട്ടനും ഒക്കെ എൻ്റെ ഒരു സന്തോഷവും സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു. ശരി, ഓക്കെ. വളരെ എന്താ പറയാ, യോഗ എന്ന സമുദ്രത്തിൽ നിന്നും കുറച്ച് ജലതുള്ളികൾ നമുക്ക് ശ്രീനാഥിന്റെ വാക്കുകളാകുന്ന ആ അമൃതത്തിൽ കൂടി നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. അപ്പോൾ ശ്രീനാഥ് ഇപ്പൊ പറഞ്ഞ പോലെ സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാത്തിലും നന്മ കാണുവാനുള്ള ഒരു മനസ്സ് ഈ ആധ്യാത്മിക പന്ഥാവിൽ കൂടി നമുക്ക് സ്വാംശീകരിക്കാൻ നമ്മളെ ഉപയുക്തരാക്കട്ടെ. അതുപോലെ തന്നെ ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയെ, നമ്മളുടെ മനസ്സിനെ തളർത്തുന്നത് നമ്മളാണ്. ആ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുവാനും നമ്മളുടെ കർമ്മങ്ങൾ, നമ്മളുടെ ചിന്തകൾ പര്യാപ്തമാകട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ബദരി യാത്രയുടെ ഒരു നല്ല തുടക്കത്തിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ഈ ദിനം ഇവിടെ സമർപ്പിക്കാം. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ക്ലാസ്സിൽ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിയ ശ്രീനാഥിന് ഹൃദയപൂർവമായിട്ടുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. നമസ്തേ. ഹരി ഓം.